നമ്മളെ ചില സമയത്തൊക്കെ തന്നെ ആലോചിക്കും. നിങ്ങൾ ആലോചിച്ച് ഒരു ഭർത്താവ് മരിച്ചപ്പെട്ടു, ഭർത്താവ് മരണപ്പെട്ടു, പിന്നെ അത് വിളിയോടുകൂടിയ ആർക്കൊക്കെ കാണാം, ആർക്കൊക്കെ കാണാം, ആർക്കൊക്കെ കാണാം, ആർക്കാണ് ഭർത്താവ് അയാൾക്കൊപ്പം അവളെ കാണാൻ പറ്റുന്നവർക്കൊക്കെ ഇതൊക്കെ കാണുന്നതിന് പ്രത്യേക നിയമമൊന്നുമില്ല. നിങ്ങൾ വേറൊരു കോലത്തിൽ മനസ്സിലാക്കാറുണ്ട്, വേറൊരു കോലത്തിൽ മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യം പറയുന്നത് പറയാണ്. പിന്നെ അവന്റെ പ്രവർത്തനം കൊണ്ട് മനിക്ക് പുറപ്പെട്ടാൽ നോമ്പ് മുറിയെന്ന് പറയുന്നത്. അപ്പൊ ഒരാളെ മനിക്ക് പുറപ്പെടിച്ചു നോമ്പ് മുറിയും. ഇനി അവന്റെ പ്രവർത്തനങ്ങൾ അവനിങ്ങനെ നോക്കി നിന്ന് അത് ഒരു സുന്ദരിയായ പെണ്ണിനെ നോക്കി ഒരു സ്വമേധയ നോമ്പ് മുറിയോ പണ്ഡിതന്മാരുടെ ചർച്ച മുറിയൂരാണ് അപ്പൊ അത് മനസ്സിലാക്കി നാ നോമ്പോറ്റ് പെണ്ണുങ്ങളൊക്കെ നോക്കി നിൽക്കാം. അതിന്റെ അവസരം അങ്ങനെ വന്നാൽ എന്താക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞതാ. നോക്കി നോക്കി തന്നെ അർത്ഥം. ഇപ്പൊ നോക്കി ഇద్దരിക്കുന്ന പെണ്ണിനെ ഇద్దയിരുന്നാല് ബഷീറിന്റെ പെണ്ണുകളാണ് ഇద్దരുണ്ടെങ്കിൽ ബഷീർ വിളിക്കും, ഉസ്താദെ ആർക്കൊക്കെ കാണാം, ആർക്കൊക്കെ ഓളെ ഹയാത്തുള്ള ബാങ്ക്, ഓളെ വാപ്പക്ക് കാണാം, ഓളെ മകൾക്ക് കാണാം, ഓളെ അവളാർക്ക് കാണാം, കാണാൻ പറ്റും. ആ ഇട്ടിനെ കാണാൻ പറ്റുന്നവർക്ക് തന്നെ ഇത്ത കഴിഞ്ഞാലും കാണാൻ പറ്റും. അല്ലാണ്ട് ഇത്ത കഴിഞ്ഞാൽ നിയമം മാറൂല. ഇതൊക്കെ മനസ്സിലായപ്പോൾ അപ്പൊ ഇദ്ദേഹം എല്ലാവർക്കും കാണാനല്ലപ്പോ ഞാൻ പറഞ്ഞത്. ഇത്ത അല്ലാത്ത സമയത്തും എല്ലാവരും കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പെണ്ണുങ്ങള് ശ്രദ്ധിക്കുക, സമയത്ത് ശ്രദ്ധിച്ചതുപോലെ ജീവിതത്തിന്റെ ബാക്കി കാലവും ശ്രദ്ധിച്ചെങ്കിൽ സ്വർഗം. അത് കാണുന്ന വിഷയം അങ്ങനെ. അല്ലാണ്ട് ഇത്തക്ക് പ്രത്യേക നിയമങ്ങൾ എന്താ? ഇത്തക്ക് പ്രത്യേക നിയമമുള്ളത് ഭർത്താവ് മരിക്കുമ്പോ എവിടാണോ അവളുള്ളത് അവിടെ ഇരിക്കും. ആ വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് മാറാൻ പാടില്ല, മാറ്റാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല, അച്ഛന് പോകാൻ പാടില്ല, ഉമ്മർക്ക് പോകാൻ പാടില്ല. ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല, സുഗന്ധദ്രവ്യങ്ങൾ പൂശാൻ പാടില്ല. ഇതൊക്കെ ഇന്ത്യയുടെ ചില നിയമങ്ങളാണ്. അല്ലാണ്ട് ഇന്നാക്ക് കാണാൻ പാടില്ല, ഇന്നാക്കെ കാണാൻ പാടുള്ളൂ, അങ്ങനെ ഒരു പുതിയ നിയമം ഇത്തക്കില്ല. ഇത്തയിൽ കാണാൻ പറ്റുന്നത് ആർക്കൊക്കെയാണോ അവർക്ക് മാത്രമേ ഇത്ത കഴിഞ്ഞാലും കാണാൻ പറ്റൂ. നമുക്ക് മനസ്സിലായോ? ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം. ആ ശ്രദ്ധിക്കുന്നത് പോലെ മറ്റുള്ള സമയത്ത് കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് നമ്മൾ കഴിയുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ നോമ്പിന്റെ സമയം തുടങ്ങിയത് മുതൽ നോമ്പ് തുറക്കുന്നത് വരെ എല്ലാ അവയവങ്ങളും തെറ്റിൽ നിന്ന് സൂക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ റമദാനിന്റെ നോമ്പിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കൂ എന്നുള്ള ചിന്ത നമുക്ക് വേണം. ആ ചിന്തയോടെയോടെ നോമ്പ് തുറക്കുന്ന സമയം അത് വല്ലാത്തൊരു സമയം. ആ സമയത്ത് നോമ്പുകാരന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ പറഞ്ഞ എന്ത് ദുരന്തം നമുക്ക് തീർക്കാൻ നേരം. സിഗരറ്റ് കൂടിയൊക്കെ വലിക്കുന്നത് ഒരു കയ്യിൽ സിഗരറ്റും ഒരു മുറുക്ക് വെള്ളക്കിണർ ഒറ്റ കൂടി കൊടുക്കുന്നു. അവന്റെ ആകെ സന്തോഷം സിഗരറ്റിന് തീക്കൊടുക്കുന്ന ഇതിനെ പിടിച്ച് നേരെ മറ്റാ സമയത്ത് നമ്മൾ നോമ്പ് നോക്കുന്നു.
വെള്ളം കൂടെ കൂട്ടിയാൽ രണ്ടും ഉപയോഗിച്ച് നോമ്പറക്കലാണ് സുന്നത്ത്. ഈത്തപ്പഴം ആദ്യം കഴിക്കുക, പിന്നീട് വെള്ളം കൊണ്ട് ആ 40 നമ്മൾ കഴിഞ്ഞിട്ട് എന്തോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ ദുആ اللهم إني أسألك برحمتك التي وسعت كل شيء أن تغفر لي أن قلت اللهم اغفر لي اللهم اغفر لي دنيا نسبت آخر نسبت അതിൽ നീങ്ങുന്നത് ആ സമയത്ത് ഇന്ന ലിസ്സാഇമി ലദഅവതൻ മുസ്തജാബതൻ ഇൻദ ഫിത്രിഹി. നോമ്പുകാരന് നോമ്പ് തുറക്കുമ്പോൾ ഒരു ഉത്തരത്തിനുള്ള ദുആയുണ്ട്. ആ ദുആ ഉപയോഗപ്പെടുത്തുന്നതൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം.